നിങ്ങൾ എപ്പോഴെങ്കിലും ഈജിപ്തിലെ പിരമിഡുകളെ നേരിട്ട് കണ്ടിട്ടുണ്ടോ? മരണാനന്തര ജീവിതത്തെപ്പറ്റി ആദ്യമായി വിശ്വസിച്ചിരുന്നത് ഈജിപ്റ്റായിരുന്നു. നമ്മുടെ ശരീരത്തിൽ നിന്നുള്ള മോചനം മാത്രമാണ് മരണമെന്നാണ് അവരുടെ വിശ്വാസം. മരണശേഷം ശരീരമില്ലാത്ത ജീവിതം മാത്രമായി നമ്മൾ ഇവിടെ ജീവിക്കും. അങ്ങനെ ശരീരമില്ലാത്ത ആ ജീവിതം ആസ്വദിക്കുന്നതിനാണ് ഈജിപ്തുകാർ പിരമിഡുകൾ പണിഞ്ഞത്. ശരിക്കും പറഞ്ഞാൽ അവ യഥാർത്ഥത്തിൽ ഭീകരമായ ശവകുടീരങ്ങളാണ്. പണ്ട് 4000 വർഷങ്ങൾക്ക് മുൻപ് ഈജിപ്തിലെ രാജാക്കന്മാരായ ഫറോമാരാണ് പിരമിഡ് പണിതത്. ഇന്ന് കാണുന്ന പിരമിഡിന്റെ രൂപമല്ല അന്നുണ്ടായിരുന്നത്. വെള്ള നിറത്തിലെ ലൈം സ്റ്റോണുകൾ പോളിഷ് ചെയ്ത ഒരു കവറിംഗ് കൊണ്ടാണ് പിരമിഡുകൾ നിർമ്മിച്ചിരിക്കുന്നത്. പിരമിഡിന്റെ വലിപ്പവും വെള്ള ലൈം സ്റ്റോണിന്റെ തിളക്കവും ഒക്കെ കൂടി ചേർന്ന് പകൽ വെളിച്ചത്തിൽ പിരമിഡുകൾ വളരെയധികം വെട്ടിത്തിളങ്ങിയിരുന്നു. ഇങ്ങനെ പകൽ സമയത്തെ പിരമിഡുകളുടെ ഈ തിളക്കം കണ്ടിട്ട് അറബികൾ വെളിച്ചമെന്നാണ് വിളിച്ചിരുന്നത്. ഉത്തരം കിട്ടാത്ത ഒരുപാട് ചോദ്യങ്ങളുടെയും നിഗൂഢതകളുടെയും ഒരു ഉറവിടം തന്നെയാണ് പിരമിഡ്. പുറത്ത് എത്ര ചൂടായിരുന്നാലും പിരമിഡിനകത്തെ ടെമ്പറേച്ചർ 20 ഡിഗ്രി സെൽഷ്യസിൽ തന്നെ സ്ഥിരമായി നിൽക്കും. ചൂടുകൂടിയ വായു പിരമിഡിനകത്തേക്ക് കടക്കുമ്പോൾ തന്നെ തണുക്കുന്നു. വില്യം മാത്യു ഫ്ലിൻഡേഴ്സ് സ്പ്രെഡിയാണ് പിരമിഡ് ഖനനം ചെയ്യാൻ ആധുനിക സാങ്കേതിക വിദ്യകളും ശാസ്ത്രീയ വിശകലനങ്ങളും ഉപയോഗിച്ച ആദ്യ വ്യക്തി. ഇദ്ദേഹം ആദ്യമായി പിരമിഡിനുള്ളിലേക്ക് പ്രവേശിച്ചത് 1880കളിലാണ്. ഗ്രേറ്റ് പിരമിഡിൽ അദ്ദേഹം പ്രധാനമായും 3 അറകൾ കണ്ടു. ഗ്രാൻഡ് ഗാലറി, കിങ്സ് ചേംബർ, ക്യൂൻ ചേംബർ എന്നിവയാണിത്. രാജാവിന്റെ കല്ലറ ഗ്രാനൈറ്റ് ഉപയോഗിച്ച് നിർമ്മിച്ചിരിക്കുന്നു. ആ കല്ലറയ്ക്ക് വലിപ്പം കൂടുതലാണ്. അതായത് ആ മുറിയിലേക്കുള്ള തുരങ്കത്തിലൂടെ ഒരിക്കലും ആ ശവക്കല്ലറ കയറ്റാൻ പറ്റില്ല. അപ്പോൾ എങ്ങനെയായിരിക്കും ആ കല്ലറ അതിനുള്ളിൽ എത്തിച്ചത് എന്ന ചിന്ത വരാം. ആധുനിക മനുഷ്യർ ശാസ്ത്രീയമായി അവിടെ എത്തുന്നതിന് മുൻപ് തന്നെ പിരമിഡ് കൊള്ളയടിക്കപ്പെട്ടു. പണ്ട് ഈജിപ്തിൽ കൊള്ളയടി പതിവായിരുന്നു. രാജാക്കന്മാരുടെ പിൻഗാമികളാലും മരിച്ചവരുടെ ബന്ധുക്കളാലും പ്രതികാരത്തിനായും സമ്പത്തിനായും ഒക്കെ ഇങ്ങനെ കൊള്ളയടിക്കുന്നത് അവിടെ സാധാരണയായിരുന്നു. പിരമിഡിന്റെ ആദ്യകാല രൂപം എന്താണെന്നത് നമുക്കറിയാൻ കഴിയില്ല. പിരമിഡ് അവർ പണിത രീതിയിൽ നമുക്കൊരിക്കലും കാണാനും കഴിയില്ല. അപ്പോൾ എങ്ങനെയായിരിക്കും പിരമിഡുകൾക്കുള്ളിൽ ഇത്രയും തണുപ്പ് മെയിൻറ്റെയിൻ ചെയ്യുന്നത്?